എല്ലാവർക്കും മെക്പോയിന്റ് കേരള PCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The first question: the difference between the Rankine and Carnot cycle in which process among the following? ഏത് പ്രോസസ്സിലാണ് ഇവ തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. കംപ്രഷൻ പ്രോസസ്, എക്സ്പാൻഷൻ, then heat addition, none of these. Correct. Compression ആണെങ്കിലും expansion ആണെങ്കിലും, if you take the Rankine cycle and Carnot cycle, the process is isentropic. But if you take the heat addition process, the process will be different. The heat added in Carnot cycle at isothermal process, and in the case of a Rankine cycle, I think it will be in a constant pressure process. So the answer is option C ആണ്, heat addition process ആണ്. ഹീറ്റ് അഡീഷൻ പ്രോസസ്സിലാണ് ആ ഡിഫറൻസ് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹൈ പ്രഷർ ബോയിലർ? ഹൈ പ്രഷർ ബോയിലർ അല്ലാത്തത്. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ലാങ്കാഷെയർ ബോയിലർ, ലാമൗണ്ട് ബോയിലർ, വിലോക്സ് ബോയിലർ, ലോഫ്ലർ ബോയിലർ. ഇതിൽ ലാങ്കാഷെയർ എന്ന് പറയുന്നത് വിച്ച് ഈസ് എ ഫയർ ടു ബോയിലർ, അതേഴ്സ് എല്ലാം എന്താണ്, വാട്ടർ ടു ബോയിലേഴ്സ് ആണ്. ഇതിൽ ഹൈ പ്രഷറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബോയിലർ എന്ന് പറയുന്നത് വാട്ടർ ടു ബോയിലേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ലാങ്കഷെയർ ബോയിലർ ആണ്, വിച്ച് ഈസ് എ ഫയർ ടു ബോയിലർ ആണ്. ബാക്കിയെല്ലാം വാട്ടർ ട്യൂബ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ഫയർ ടു ബോയിലേഴ്സിന്റെ പ്രഷർ എന്ന് പറയുന്നത് അപ് ടു 25 ബാർ വരെയാണ് അതിന്റെ ഒരു പ്രഷർ എന്ന് പറയുന്നത്. ബട്ട് ഇഫ് യു ടേക്ക് ദ വാട്ടർ ടു ബോയിലർ, ഇറ്റ് വിൽ ബി ഹയർ ദാൻ 150. ക്യാൻ ബി ഓപ്പറേറ്റ് അപ് ടു 150 ബാർ എന്നാണ്. വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് പ്രഷർ അപ് ടു 250 ബാർ എന്നും ചില ടെക്സ്റ്റ് ബുക്കുകളിൽ അങ്ങനെ നമുക്ക് കാണാൻ 250 ബാർ എന്ന് കാണാറുണ്ട്. പക്ഷെ നോർമലി വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് ആർ ഹൈ പ്രഷർ ബോയിലേഴ്സ്. We take the third question. The Brayton cycle is working between the temperature limits 1600 Kelvin and 400 Kelvin. What will be the efficiency for the maximum work capacity? ഇതിന്റെ ഒരു ഇക്വേഷൻ നിങ്ങൾ ഷോർട്ട് കട്ടാണ്, ഇത് നമ്മൾ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 50% ആണ്. ഇത് ചെയ്യേണ്ടത് 1 മൈനസ് റൂട്ട് ഓഫ് T1 ബൈ T2 ആണ്. T1 എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ്. അതായത് 400/1600 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 1/4 ആണ്. 1/4 റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1 മൈനസ് 1/2 50% 0.5 ആണ്. ഓപ്ഷൻ സി ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ: കർട്ടിസ് ടർബൈൻ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്ത് ടൈപ്പ് ടർബൈൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെലോസിറ്റി കോമ്പൗണ്ടഡ് ഇമ്പൾസ് ടർബൈൻ ആണോ, പ്രഷർ വെലോസിറ്റി കോമ്പൗണ്ടഡ് ഇമ്പൾസ് സ്ട്രീം ടർബൈൻ ആണോ? ഓപ്ഷൻ എ ആണ്, വെലോസിറ്റി കോമ്പൗണ്ടഡ് ഇമ്പൾസ് ടർബൈൻ ആണ്. മിക്ക എക്സാമുകളിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: in a two-stage reciprocating air compressor with a suction pressure of 4 bar and a delivery pressure of 16 bar, the ideal intercooler pressure will be. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് പ്രഷർ കണ്ടുപിടിക്കാൻ വളരെ ഷോർട്ട് കട്ട് ആയിട്ട് തന്നെയുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ അത് പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് the intermediate or the intercooler pressure, that is P lowest into P highest raised to root of PL into PH ആണ്. That is 4 into 16 റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 8 ബാർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. When hot air exhausting from turbine is used to heat the compressor exit flow, it is known as. അതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഇന്റർകൂളിംഗ്, റീവാപ്പറേറ്റിംഗ് or regenerating, intercooling. ഓപ്ഷൻ സി ആണ്, റീജനറേഷൻ ആണ്. Third question: in a Rankine cycle, the work done by the turbine during the expansion stream is 8 kJ, while the work required to pump to feed back the water into the boiler is
6 kilojoule. Determine the work ratio. Work ratio ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് work done by the turbine minus work done by the compressor by work done by the turbine ആയിരിക്കും വർക്ക് റേഷ്യോ എന്ന് പറയുന്നത്. W2 minus WC by WT, that is 0.25 ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ഉള്ള ആൻസർ. 8th question. Critical temperature and pressure for steam is. 4 ഓപ്ഷൻസ് നമുക്ക് ഉണ്ട്. 316 degree and 225 bar, 375 degree and 225 bar, 375 and 252 bar, 313 and 252 bar. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 375 degree and 225 bar ആണ് critical temperature of and pressure of steam. The maximum steam pressure in a locomotive boiler is limited up to. Locomotive boiler എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫയർ ടു ബോയിലർ. അതിൻ്റെ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് അറൗണ്ട് ബി ആണ്. 18 ബാർ വരെയാണ് അതിൻ്റെ മാക്സിമം പ്രഷർ സെറ്റ് ചെയ്തിരിക്കുന്നത്. In a steam power plant, the steam output is 5 kilojoule per hour and the calorific value of the fuel is 10 kilocalorie per gram. The boiler rating is. Boiler rating ആണ് കണ്ടുപിടിക്കാം. Boiler rating which is equivalent to the steam ഔട്ട്പുട്ട് ഇവിടെ 5 കിലോഗ്രാം പെർ അവർ ആണ്. അത് തന്നെയാണ് ബോയിലർ റേറ്റിംഗ് ആയിട്ട് വരുന്നത്. ഷോർട്ട് കട്ട് തന്നെയാണ്. 11th question. An air preheater is installed. എയർ പ്രീഹീറ്റർ എവിടെയായിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക ഒരു സ്റ്റീം പവർ പ്ലാന്റിൽ? ഓപ്ഷൻ എ ആണ്, ബിറ്റ്വീൻ എക്കോണമൈസർ ആൻഡ് ചിമ്മിനി. Which of the following boiler is best suited to meet the fluctuating demand of steam? ഫ്ലക്ച്വേറ്റിംഗ് ഡിമാൻഡ് ഓഫ് സ്റ്റീം വരികയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബോയിലർ, അവിടെ ആപ്ലിക്കേഷൻ ആയത് ലോക്കോമോട്ടീവ് ബോയിലർ ആണ്. ഓപ്ഷൻ എ ആണ്, വിച്ച് ഇസ് എ ഫയർ ടു ബോയിലർ. 13th question. The function of blow down cock of a boiler is. ബ്ലോ ഡൗൺ കോക്ക് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടു റിമൂവ് ദി സ്ലഡ്ജ് ആൻഡ് സെഡിമെന്റ്സ് കളക്റ്റഡ് ഇൻ എ ഡ്രം ആണ്. ഓപ്ഷൻ സി ആണ്. 14th question. A Bunsen boiler has. A Bunsen boiler is a water tube boiler. അതിന് എന്താണ് ഒരു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വെർട്ടിക്കൽ സ്റ്റീം ഡ്രം, നോർത്ത് സ്റ്റീം ഡ്രം, 2 drums, 1 for water, other for steam, the horizontal steam drum. ബെൻസൺ ബോയിലർ ആണെങ്കിൽ അവിടെ സ്റ്റീം ഡ്രം എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടാവില്ല. ഓർത്തിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 15th question. A steam turbine with no nozzle is called. ഒരു സ്റ്റീം ടർബൈന് നോസിൽ ഇല്ലെങ്കിൽ അതിനെന്തെന്നാണ് വിളിക്കുന്നത്? അതിനാണ് നമ്മൾ റിയാക്ഷൻ ടർബൈൻ എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. 16th question. കോർട്ടിസ് ടർബൈൻ. സ്റ്റീം ടർബൈൻ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യനിൽ വന്നതാണ്. പ്രഷർ വെലോസിറ്റി കോമ്പൗണ്ട് ടർബൈൻ ഉണ്ട്, പ്രഷർ കോമ്പൗണ്ട് ടർബൈൻ. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ പ്രഷർ വെലോസിറ്റി കോമ്പൗണ്ട് ടർബൈൻ ആണ്. അങ്ങനെ വരുമ്പോൾ പ്രഷർ വെലോസിറ്റി കോമ്പൗണ്ട് ടർബൈൻ ഓപ്ഷൻ എ ആണ്. റൈറ്റ് ടു ടർബൈൻ. ടർബൈൻ ഒരു എന്ത് ടർബൈൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സിമ്പിൾ റിയാക്ഷൻ ടർബൈൻ ആണ്. ഓപ്ഷൻ ബി ആണ്, സിമ്പിൾ റിയാക്ഷൻ ടർബൈൻ ആണ്. ഫയർ ടു ബോയിലേഴ്സ് ആർ. ഫയർ ടു ബോയിലേഴ്സ് എന്ന് പറയുന്നത് നോട്ട് ഫയർഡ്, internally as well as externally fired, internally fired, externally fired. ഓപ്ഷൻ ബി ആണ്, internally as well as externally fired ആണ് ഫയർ ടു ബോയിലർ എന്ന് പറയുന്നത്, which is internally fired as well as externally fired boiler ആണ്. On Modiar chart, flow through turbine is represented by. ഒരു മൊളിയർ ചാർട്ടിൽ ടർബൈൻ ഇതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ടർബൈനിലൂടെയുള്ള ഫ്ലോ എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. മൊളിയർ ചാർട്ട് എന്ന് പറയുന്നത് HS ഡയഗ്രം ആണ്, എൻതാൽപ്പി എൻട്രോപ്പി ഡയഗ്രം ആണ്. ബൈനറി വേപ്പർ സൈക്കിൾസ് ആർ യൂസ് ടു ഇൻക്രീസ് ഡി. ബൈനറി വേപ്പർ സൈക്കിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എഫിഷ്യൻസി ഓഫ് ദി പ്ലാന്റ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്.
Cryogenics refers to cryogenics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which is a ടെമ്പറേച്ചർ ലോ ആയെന്ന് നമുക്കറിയാം, വളരെ ലോ ടെമ്പറേച്ചർ ആണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. എഞ്ചിനീയറിംഗ് ഫീൽഡ് കൺസേൺഡ് വിത്ത് എക്യുപ്മെന്റ് ഇൻ ദ റേഞ്ച് ഓഫ് -150 to absolute zero. സീറോ എന്ന് പറഞ്ഞാൽ -273 ആണ്. -150 താഴെയുള്ള ടെമ്പറേച്ചറിലേക്കുള്ള സ്റ്റഡീസിനെയാണ് നമ്മൾ ക്രയോജനിക്സ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. ദ വാല്യൂ ഓഫ് ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ ഫോർ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 0.546 ആണ്. It is obtained by P2 by P1 is equal to 2 by n plus 1 raised to n by n minus 1. The value of n for superheated steam is equal to 1.3 ആണ്. If you substitute the value of n as 1.3, you will get pressure ratios that is 0.546. Plate type evaporators are employed in. Plate type evaporators നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്റർ അല്ലേ, ഓരോ ക്യാബിനിലും നമ്മൾ പ്ലേറ്റ് ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. 25th question. The compressors used in gas turbines are typically of which type? ഗ്യാസ് ടർബൈനിൽ യൂസ് ചെയ്യുന്ന കംപ്രസർ സെൻട്രിഫ്യൂഗൽ ആണോ, സെൻട്രിപെറ്റൽ ആണോ, റെസിപ്രോക്കേറ്റിംഗ് ആണോ, ആക്സിയൽ ആണോ? അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ആക്സിയൽ ആയിട്ടുള്ള കംപ്രസേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, സമയപരിധി ഉള്ളത് കൊണ്ടാണ്. എന്തായാലും ഇടയ്ക്കൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.